പ്രിയപ്പെട്ടവരെ, സ്വാഗതം. ശബ്ദമില്ലാതെ സ്വന്തം ശക്തി തെളിയിക്കുന്നവരും അവസരങ്ങൾ വന്നാൽ മുന്നിൽ നിന്ന് നേതൃത്വം ഏറ്റെടുക്കുന്നവരുമായ അവിട്ടം നക്ഷത്രക്കാരുടെ 2026 വാർഷിക ഫലത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. അവിട്ടം നക്ഷത്രക്കാർ വളരെ പ്രത്യേക സ്വഭാവമുള്ളവരാണ്. ഒരുപക്ഷെ അവർ ഏറെ സംസാരിക്കില്ല, പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ ശക്തമായിരിക്കും. 2026 എന്ന വർഷം നിങ്ങളുടെ ധൈര്യത്തെയും തീരുമാനശേഷിയെയും ജീവിത ലക്ഷ്യങ്ങളെയും വളരെ ശക്തമായി പരീക്ഷിക്കുന്ന കാലമാണ്. ഇനി ഈ വർഷം ജീവിതത്തിൻ്റെ ഓരോ മേഖലയെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് വിശദമായി നോക്കാം. 2026 വർഷത്തിൻ്റെ സമഗ്ര അവലോകനം. ഈ വർഷം അവിട്ടം നക്ഷത്രക്കാർക്ക് മാറ്റങ്ങളുടെ വർഷമാണ്. പഴയ ചിന്തകൾ മാറും, പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ജീവിതത്തിൽ ഒരു പുതിയ ദിശ തുറന്നു കിട്ടും. ഈ വർഷം ചില ബന്ധങ്ങൾ അകന്നു പോകും, ചില അവസരങ്ങൾ അപ്രതീക്ഷിതമായി വന്നു ചേരും. ഇത് ഒരിക്കലും നഷ്ടമല്ല, പുനർജന്മം പോലെയുള്ള ഒരു മാറ്റമാണ്. തൊഴിൽ ആൻഡ് കരിയർ ഫലം. നേതൃത്വത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വർഷമാണിത്. ജോലി ചെയ്യുന്ന അവിട്ടം നക്ഷത്രക്കാർ ജോലിയിൽ വളരെ ആത്മവിശ്വാസമുള്ളവരായിരിക്കും. ഈ വർഷം നിങ്ങൾ നേതൃത്വ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. തീരുമാനം എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. മേലധികാരികളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് തിരിയും. മാർച്ച് മുതൽ ജൂലൈ വരെ സ്ഥാനക്കയറ്റത്തിൻ്റെ കാലഘട്ടമാണ്. പുതിയ പ്രോജക്റ്റുകൾ നിങ്ങളെ തിരഞ്ഞു വരും. അധിക അധികാരം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പെട്ടെന്ന് ദേഷ്യപ്പെടരുത്, വാക്കുകൾ നിയന്ത്രിക്കുക. നിങ്ങൾക്ക് അനുയോജ്യമായ മേഖലകൾ ഇവയൊക്കെയാണ്: ഭരണ സംവിധാനം, സൈന്യം അല്ലെങ്കിൽ പോലീസ്, ടെക്നിക്കൽ മേഖല, മാനേജ്മെൻറ്റ്. ബിസിനസ്സും സ്വയം തൊഴിലും ചെയ്യുന്നവർക്ക് ധൈര്യം തന്നെയാണ് നിങ്ങളുടെ മൂലധനം. ഈ വർഷം ബിസിനസ്സിന് ശക്തമായ ഒരു വർഷമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വ്യാപ്തി വർദ്ധിക്കാൻ സാഹചര്യങ്ങൾ വന്നെത്തും. ധൈര്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് അനുയോജ്യമായ മേഖലകൾ: വ്യാപാരം, നിർമ്മാണ മേഖല, ടെക്നോളജി, ഓൺലൈൻ ബിസിനസ്. നിങ്ങൾ പങ്കാളിത്ത കരാറുകളിൽ സൂക്ഷിക്കുക. വായ്പകൾ എടുക്കുമ്പോൾ രണ്ടാമതൊന്ന് ചിന്തിക്കുക. സാമ്പത്തിക ഫലം. നിങ്ങൾക്ക് ധനം വരും, പക്ഷേ അത് നിലനിർത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. വരുമാനം വർദ്ധിക്കും, അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകും, പക്ഷേ നിങ്ങൾക്ക് അതേപോലെ തന്നെ ചിലവും കൂടും. ധനകാര്യം കൃത്യമായ ഒരു സാമ്പത്തിക പദ്ധതിയോടെ മുന്നോട്ട് കൊണ്ടുപോകണം. ദീർഘകാല നിക്ഷേപങ്ങൾ നന്നായിരിക്കും. ആഡംബര ചെലവുകൾ നിങ്ങൾ ഒഴിവാക്കുക. വികാരപരമായ ധന തീരുമാനങ്ങളും ഒഴിവാക്കുക. കുടുംബ ബന്ധങ്ങൾ. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ നിലപാട് പ്രധാനമാണ്. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങൾ മധ്യസ്ഥനാകേണ്ടി വരും, പക്ഷേ ശാന്തത ബന്ധങ്ങളെ രക്ഷിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചിലപ്പോൾ അഹങ്കാര സംഘർഷമുണ്ടാകാം. പരസ്പരം ബഹുമാനിക്കുന്നത് ഏറ്റവും നിർബന്ധമായ ഒരു ഘടകമാണ്. സ്നേഹം വാക്കുകളിൽ മാത്രമല്ല, പ്രവൃത്തിയിലും കാണിക്കണം. അവിവാഹിതർക്ക് ശക്തമായ ബന്ധങ്ങൾ ഈ വർഷം ഉണ്ടാകും, പക്ഷേ തീരുമാനത്തിൽ അല്പം വൈകല്യം ഉണ്ടായേക്കാം. ആരോഗ്യഫലം. നിങ്ങളുടെ ശരീരം ശക്തമാണെങ്കിലും മനസ്സ് ക്ഷീണിക്കുന്ന ഒരു വർഷമാണിത്. ശരീര ആരോഗ്യം പൊതുവെ നല്ലതാണ്, പക്ഷേ മാനസികമായ സമ്മർദ്ദങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങൾക്ക് സാധ്യമായ മറ്റു ചില പ്രശ്നങ്ങൾ: തലവേദന, രക്തസമ്മർദ്ദം, ഉറക്കക്കുറവ്. നിങ്ങൾ നിർബന്ധമായും ശ്വാസവ്യായാമത്തിൽ ഏർപ്പെടുക, കായിക പ്രവർത്തനത്തിലും ഏർപ്പെടുക. വിദ്യാഭ്യാസം ആൻഡ് പഠനം. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളുടെ കാലഘട്ടമായിരിക്കും ഇത്. സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സൈനിക, പോലീസ് പരീക്ഷകൾ നിങ്ങൾ എഴുതാൻ മറക്കരുത്. നിങ്ങൾക്ക് സ്ഥിരമായ ഒരു പരിശീലനമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ വിജയം തിരഞ്ഞെത്തും. നിങ്ങൾ അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഈ വർഷം അത് ഒഴിവാക്കുക. യാത്ര.
ജോലി സംബന്ധിച്ചുള്ള ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം. സ്ഥലം മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശയാത്രാ സാധ്യതകളും കാണുന്നു. യാത്രകൾ നിങ്ങളുടെ കരിയറിന് ഗുണകരമായിരിക്കും. 2026 മാസം പ്രതിയുള്ള ഒരു ക്വിക്ക് സമ്മറി. ജനുവരി മുതൽ ഫെബ്രുവരി വരെ തീരുമാനങ്ങൾ എടുക്കേണ്ട മാസമാണ്. മാർച്ച് മുതൽ ഏപ്രിൽ വരെ കരിയറിൽ വളർച്ചയുണ്ടാകും. മെയ് മുതൽ ജൂൺ വരെ സാമ്പത്തിക നേട്ടമുണ്ടാകും. ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ നിങ്ങളുടെ ബന്ധങ്ങളിൽ സംഘർഷങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ നിങ്ങൾക്ക് ഒരു സ്ഥിരത കൈവരിക്കും. നവംബർ മുതൽ ഡിസംബർ വരെ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ നക്ഷത്രക്കാർക്കുള്ള കുറച്ച് ടിപ്സ് ആൻഡ് റെമഡീസ്. എല്ലാ ചൊവ്വാഴ്ചയും ഹനുമാൻ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുക. തൊഴിൽ അന്വേഷിക്കുന്നവർ നിർധനർക്ക് സഹായം ചെയ്യുക. ഓം നമഃശിവായ 108 പ്രാവശ്യം ജപിക്കുക. നിങ്ങൾ സൂക്ഷിക്കേണ്ട ആത്മവാക്യം, ധൈര്യം എൻ്റെ ശക്തിയാണ്. പ്രിയപ്പെട്ട അവിട്ടം നക്ഷത്രക്കാരെ, 2026 നിങ്ങളെ പിന്നോട്ടടിക്കാൻ വന്നതല്ല, നേതൃത്വത്തിലേക്ക് ഉയർത്താൻ വന്നതാണ്. ധൈര്യത്തോടെയും ശാന്തതയോടെയും ഈ വർഷം സ്വീകരിക്കൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു നക്ഷത്ര ഫലവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നേരട്ടെ.